നാം ജീവിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്ന പാഠഭാഗം മലയാളം ഹോപ്പ് ചാനലിലൂടെ പഠിക്കുവാൻ നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ സാബ് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്നുള്ളതായ പാഠമാണ്. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിക്കുമ്പോൾ ദൈവം നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് നാം ചർച്ച ചെയ്യാൻ തക്കവണ്ണം പോകുന്നത് അതിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. ദൈവം സ്വതന്ത്രമായി സ്നേഹിക്കുന്നു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ പാഠം ചർച്ച ചെയ്യുന്നതിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ പഠന ചർച്ചയിലേക്ക് ഹോപ്പ് സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. വളരെ നന്ദി. ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്നുള്ളതായ പാഠത്തെ ആധാരമാക്കിയാണ്. അപ്പോൾ ഈ പാഠത്തിൽ ദൈവം എന്തുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ പോലും ദൈവം തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹം നമ്മോട് വച്ചു നീട്ടുന്നതിൻ്റെ ഔചിത്യം എന്താണ് എന്നൊക്കെ നാം ഈ ക്വാർട്ടറിൽ പഠിക്കും. നമുക്ക് ഇന്ന് പാഠം പഠിക്കുവാനുള്ളത് ഒന്നാമത്തെ പാഠമാണ്. ദൈവം സ്വതന്ത്രമായി സ്നേഹിക്കുന്നു എന്നുള്ളതായ പാഠമാണ്. മനപ്പാഠവാക്യമായി നമുക്ക് ഹോശേയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ് മനപ്പാഠവാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എൻ്റെ കോപം അവനെ വിട്ടു മാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. പാസ്റ്റർ ബിനോയ്, ഇന്നത്തെ ഈ ആഴ്ചത്തെ പാഠത്തിൽ പത്രോസിനോട് കർത്താവായ യേശു ക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരു ചോദ്യമല്ല, ഒരേ ചോദ്യം 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പത്രോസെ, നീ മറ്റുള്ളവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് 3 പ്രാവശ്യം വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകിയാണ് കർത്താവിൻ്റെ ചോദ്യത്തിന് പ്രത്യുത്തരം നൽകിയത്. അവസാനം പത്രോസിന് മനസ്സിലായി ചോദ്യത്തിൻ്റെ ആ ആന്തരിക അർത്ഥം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവെ, നീ സകലവും അറിയുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ വിശദമായി അവിടെ ഒരു കാര്യം പറയുന്നു. എന്താണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പുറപ്പാട് ഈ ഭാഗത്ത് പറയുന്നത്? മോശയോട് ദൈവം പറയാണ്, എൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ മോശയ്ക്ക് സംശയമായി, എങ്ങനെ പറ്റും ഇത്രയും വലിയ ജനം, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് മോശ ഭയപ്പെട്ടിട്ട് പറയുന്നു, കർത്താവെ, നിൻ്റെ കൃപ എൻ്റെ കൂടെ വരണം എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ കൃപയുണ്ട് എന്ന് ദൈവം മറുപടി നൽകുന്നു. പക്ഷേ അതെങ്ങനെ എനിക്ക് തിരിച്ചറിയാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ കൃപ അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാക്യത്തിൽ പറയുന്നത്, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. അവിടെ എനിക്കിഷ്ടമുള്ളവരെ എന്ന് പറയുമ്പോൾ ദൈവം സ്വയേച്ഛയാൽ സ്നേഹിക്കുന്നു, സ്വന്തം ഇച്ഛ പോലെ സ്നേഹിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം ആരെയെങ്കിലും പ്രത്യേകമായി തിരഞ്ഞെടുത്തു സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം സ്നേഹിക്കുന്നു എന്നല്ല. ദൈവത്തിന് എല്ലാവർക്കും എങ്ങനെയും സ്നേഹിക്കാം, ആരെയും സ്നേഹിക്കാം. ഒരു പക്ഷേ ഒന്നിനും സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നവരെ പോലും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരെ പോലും സ്നേഹിക്കാം. അതിൻ്റെ അർത്ഥം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ സ്നേഹിക്കാം, അല്ലെങ്കിൽ ആരെയും ഇന്നവരെ മാത്രം സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ദൈവം എന്തുകൊണ്ട് ഇന്നാരെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. പാസ്റ്റർ ഡോണി,
ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. എന്നാൽ ഈ അനുസരണക്കേട് കാണിക്കുന്നതായ ആൾക്കാരെ ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ നമ്മൾ ഈ പുറപ്പാട് പുസ്തകം ഇപ്പോൾ 33 അധ്യായം വായിച്ചല്ലോ. അതിൽ താഴോട്ട് പോകുമ്പോൾ മോശ ദൈവത്തോട് ദൈവത്തിൻ്റെ മഹിമ കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളത് പരിശോധിച്ചാൽ ദൈവം പിന്നീട് അടുത്ത അധ്യായത്തിലൊക്കെ പോകുമ്പോൾ ദൈവം മഹിമയായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ തേജസ്സായിട്ട് കാണിക്കുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ ദൈവം തൻ്റെ മക്കളെ ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവം എപ്പോഴും സ്നേഹിക്കും. എന്നാൽ അവർ തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് കുറവ് വരുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവർ തെറ്റ് തിരുത്തി ദൈവം ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വരട്ടെ, ആ സ്നേഹം അവർ മനസ്സിലാക്കട്ടെ എന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് ദൈവത്തിന് സ്നേഹത്തിൽ നിന്ന് മാറാൻ കഴിയത്തില്ല മനുഷ്യർ തെറ്റ് ചെയ്താലും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. അപ്പോൾ മനുഷ്യർക്ക് പലപ്പോഴും പാപത്തിൻ്റെ പരിണിതഫലമായി സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അത് തിരിച്ചറിയണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ തുടർച്ചയായി മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വരാത്തവരെയും ഒരുപക്ഷെ നമ്മുടെ പാവപ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ യോഗ്യതയില്ലെന്ന് നമുക്ക് തോന്നുന്നവരെയും ദൈവം സ്നേഹിക്കും. കറക്റ്റ്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ വളരെ നിസ്സീമമായി ചിത്രീകരിക്കുന്നതായ ഒരു പുസ്തകമാണ് ഹോശേയാവിൻ്റെ പുസ്തകം. അവിടെ ദൈവത്തിൻ്റെ മക്കളെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ആ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹോശയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഈ പ്രവാചകനോട് ദൈവം പറയാണ്, നീ ഒരു വേശ്യയായ സ്ത്രീയെ കല്യാണം കഴിക്കണം. അങ്ങനെ പിറന്ന കുട്ടികളെ നിൻ്റെ മക്കളായി അഡോപ്റ്റ് ചെയ്യണം, അവരെ നിൻ്റെ മക്കളായി കൊണ്ടുവരണം എന്ന് പറയാണ്. ഇദ്ദേഹം സാധാരണ മനുഷ്യർക്ക് അത് അസാധ്യമാണ്. ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കുക, അങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടു നിർത്തി വളർത്തുക. പക്ഷേ ദൈവം പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ അത് ചെയ്തു. പക്ഷേ 3 വട്ടം ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോവുകയാണ്. അദ്ദേഹത്തിനുണ്ടായ സമ്പത്ത് മുഴുവൻ കൊടുത്ത് ഈ സ്ത്രീയെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ആ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയാലും ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ മുറിച്ചു മാറ്റാനാവാത്ത വിധം ദൈവസ്നേഹം നമുക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരമായി അനസ്യൂതം വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്, ജീവൻ കൊടുത്ത് സ്നേഹിച്ചതാണ്. ഹോശേയാവിലൂടെ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നമ്മോടാണ് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവത്തിൻ്റെ വചനത്തിൽ ഹോശേയാവിലൂടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു നിർത്തിയത്. ദൈവം ഹോശേയാവിലൂടെ തന്നെ നമ്മോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഈ പിന്മാറ്റത്തിന് ഒരു ചികിത്സയും സൗഖ്യവും അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ മനുഷ്യൻ ആ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറിപ്പോയപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരികെ ചെല്ലണമെന്നാണ്. അപ്പോൾ അങ്ങനെ തിരികെ ചെല്ലുന്നതിന് ഒരു നിരപ്പിൻ്റെ അവസ്ഥ ആവശ്യമാണ്. ആ നിരപ്പിൻ്റെ അവസ്ഥ പ്രാപിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതം അവർ തിരികെ വരുമ്പോൾ അവർക്ക് ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. അവരുടെ പിന്മാറ്റം അല്ലെങ്കിൽ അവരുടെ അകൃത്യം, അവരുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞു. അത് ദൈവം ഉറപ്പിച്ച് വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്ത് ചെയ്താൽ എന്നിലേക്കൊന്ന് തിരികെ വന്നാൽ മാത്രം മതി. അപ്പം തിരികെ ചെല്ലുവാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ ദൈവം അവരുടെ അകൃത്യങ്ങളെ ക്ഷമിക്കും. അതോടുകൂടി ദൈവമായിട്ടുള്ള അവരുടെ ഒരു നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് വരും. പിന്നെ അവർക്ക് ദൈവമായി ചേർന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്ന് പറയുന്നത്. ദൈവമായി ചേർന്ന് പോകാനുള്ള ദൈവത്തിൻ്റെ താല്പര്യത്തെയാണ്. ഈ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഒരുപക്ഷെ അത് മനഃപൂർവ്വമായി ചെയ്യുന്നത് ആണ് എങ്കിൽ പോലും അത് ഒരു രോഗ അവസ്ഥയാണ് എന്നാണ് ഹോശേയാവിലൂടെ പറയുന്നത്. അത് ദൈവത്തിന് മാത്രമേ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ കഴിയുകയുമുള്ളൂ. പാസ്റ്റർ ബിനോയ്, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞാൻ ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ്
മനുഷ്യരെ കർത്താവിന് സ്നേഹിക്കുവാൻ കഴിയുന്നത്? വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ മഹത്വത്തിനൊപ്പം ഇരുത്തി ദൈവം അവനെ സ്നേഹിച്ചതുകൊണ്ട് തൃത്വത്തിലെ 3 പേരും ആദ്യം മുതൽ തന്നെ ഒരേ സ്നേഹബന്ധത്തിലാണ്. സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. ആ ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹം കൊണ്ട് എങ്ങനെ മഹത്വപ്പെടുത്തിയോ ആ സ്നേഹത്തിൻ്റെ മഹത്വം മനുഷ്യർ കാണേണ്ടതിന് യേശുവിൻ്റെ അടുത്തേക്ക് അവരെ കൂടെ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യരെ ആക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർ എൻ്റെ മഹത്വം കാണണം, ദൈവം എനിക്ക് നൽകിയ മഹത്വം ഈ മനുഷ്യർ കാണണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും മഹത്വത്തിലുമായി തീരണം എന്നതുകൊണ്ടാണ് ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. പാസ്റ്റർ ടോണി, ഒരു വ്യക്തിക്ക് മാനസികമായി ചിന്തിച്ചാൽ ഒരു വ്യക്തിക്ക് എല്ലാം തികഞ്ഞ പൂർണ്ണതയുള്ളതായ ഒരു മനുഷ്യനെ സ്നേഹിക്കുക എളുപ്പമാണ്. മാത്രവുമല്ല, സ്നേഹം പലപ്പോഴും കണ്ടീഷണലാണ്. ആവശ്യമുള്ളവർ മാത്രമാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്. നിസ്വാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൽ അസാധ്യമാണ്. എന്നാൽ കർത്താവ് പാപം ചെയ്തതായ മനുഷ്യനെയും സ്നേഹിക്കുന്നു, വീഴ്ച ഭവിച്ചതായ ലോകത്തെയും കർത്താവ് സ്നേഹിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് മനുഷ്യരെന്ന നിലയിൽ സ്നേഹത്തെ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പേരൻസും മക്കളും തമ്മിലുള്ള, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കളുടെ എന്താണ് അതിനോടുള്ള അവരുടെ മനോഭാവം? ദൈവം അത് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം അതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് ശരിയാണെങ്കിലും വീഴ്ച പറ്റിയ മനുഷ്യരെ അങ്ങനെ വിട്ടേച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ആ അവസ്ഥയിൽ തുടരേണ്ടതുണ്ട്. പാപം അവർക്ക് ആ അവസ്ഥ തുടരാൻ കഴിയാതെ വന്നെങ്കിലും അതിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ആ പദ്ധതി പ്രകാരം മനുഷ്യനെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഒരു എന്താ പറയുക, ഒരു രമ്യതയുടെ നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണം? വീഴ്ച സംഭവിച്ചതുകൊണ്ട് അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. മനുഷ്യരെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. പലപ്പോഴും മനുഷ്യർ എന്താ പറയുക, കണ്ടീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ സ്നേഹിക്കും. ദൈവം അങ്ങനെയല്ല, നിർവ്യാജമായി സ്നേഹിക്കുന്ന, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ സ്നേഹിക്കുന്നത്. ഈ നിസ്വാർത്ഥമായ സ്നേഹം എന്നൊക്കെ നാം ഘോരഘോരം സംസാരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു എങ്കിലും അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാകും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുണ്ട് എങ്കിൽ മാത്രമേ ആ സ്നേഹം മറ്റുള്ളവർക്ക് നമുക്ക് പ്രകടമാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പാസ്റ്റർ ബിനോയ്, ഈ ആഴ്ചത്തെ പാഠത്തിൽ ഉള്ളതായ ഒരു പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കുന്നതായ അതിഥികളെക്കുറിച്ചാണ്. അതൊരു ഉപമയായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. ആ ഉപമയിൽ കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? സ്നേഹം എല്ലാവർക്കും ഒരുപോലെയാണ്. ആ സ്നേഹത്തിലേക്ക് ക്ഷണം എല്ലാവർക്കും ഒരേപോലെയാണ്. ഉപമയിൽ കല്യാണ വിരുന്നിന് അതിഥികളെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് വയലിൽ പോകണം, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് അവർ ഇതിന് വരുന്നില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും ക്രൂരമായ വശം ഇത് പറയാൻ ചെന്ന ആളുകളെ കൊന്നുകളഞ്ഞു, വരണമെന്ന് പറഞ്ഞ ആളുകളെ കൊന്നുകളയുന്നതായിട്ട് ഈ വാക്യഭാഗം നമുക്ക് പറയുന്നു. പിന്നീട് ദൈവം പറയുന്നത്, ഈ വിളിച്ചവരാരും വരുന്നില്ലെങ്കിൽ വഴിയിൽ കാണുന്ന എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നു. അതിലും ചിലർ വന്നു. പക്ഷേ ഈ കല്യാണത്തിന് വന്നവരിൽ ചിലർക്ക് വിവാഹ വസ്ത്രമുണ്ടായിരുന്നില്ല. അവിടെ ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വിവാഹ വസ്ത്രം അത് ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കുന്ന സ്വഭാവമാണ്. അതില്ലാത്തത് കൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കുകയും അവരെ നാശത്തിലേക്ക് അല്ലെങ്കിൽ കല്യാണ ഇതിൽ നിന്നും ഇറക്കി വിടേണ്ടി വന്നു. ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പുറത്തായി പോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തിരിച്ചു സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് കല്യാണത്തിന് വേണ്ടി ഉണ്ടാകുന്ന പ്രത്യേകതരം അവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു 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 ഐഡൻറ്റിഫിക്കേഷനാണത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്നേഹത്തെ അംഗീകരിക്കലാണ്. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന് ഈ വസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും അതിന് ദർ ഈസ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ്. കാരണം അതിന് ധാരാളം ഒരുക്കം അനിവാര്യമാണ്. ആ ഒരുക്കത്തെ കൂടെയാണ് ഈ കല്യാണ വസ്ത്രം കാണിക്കുന്നത്. കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം നിശ്ചയിച്ച് അന്ന് തന്നെ കല്യാണം നടക്കുന്നതായ ഒരു സംഭവമല്ല. ഇത് കാലേ കൂട്ടി നിശ്ചയിക്കുകയും കാലേ കൂട്ടി ക്ഷണിക്കുകയും എന്നാൽ ക്ഷണം കിട്ടിയതായ പലരും അത് ത്യജിച്ച് കളയുമ്പോൾ ക്ഷണിക്കപ്പെടാത്തതായ അനേകരെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ നഗ്നമായ സത്യം. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിഞ്ഞ മറ്റൊരു സത്യം എന്ന് പറയുന്നത്, നാം അറിയാതെ പോലും ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. നാം അതിന് യോഗ്യരല്ല. നാം അതിന് ഒരുപക്ഷെ ആ രാജകീയ വിരുന്നിന് പങ്കെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് യോഗ്യതകളൊന്നുമില്ലായിരുന്നിട്ട് പോലും കർത്താവ് നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ ആഴ്ചത്തെ പാഠം നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരു വിരുന്നിനെക്കുറിച്ച് പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൽ ആ ഭാഗത്ത് പറയുന്നത് വിളിക്കപ്പെടുന്നവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുന്നു. എന്താണ് ഈ ദൈവസ്നേഹത്തിൽ അങ്ങനൊരു വേർതിരിവ്? ദൈവസ്നേഹത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ദൈവം എല്ലാവരെയും ക്ഷണിക്കുവാണ്. പക്ഷെ നമ്മൾ ആ ക്ഷണം സ്വീകരിക്കാത്തതാണ് നമുക്ക് വരുന്ന കുഴപ്പം. അപ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരാണ്, അതിൽ ക്ഷണം സ്വീകരിച്ചവർ ചുരുക്കം പേരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷണത്തെ സ്വീകരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴാണ് മറ്റെന്താണ്, നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ്. ക്ഷണത്തെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അതിൽ ദൈവം കുറ്റവാളിയല്ല. നമ്മളെടുത്ത് ദൈവം പറയുകയാണ് ആ കല്യാണ വിരുന്നിന് വരാൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോകാൻ മനസ്സ് കാണിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വൃതന്മാരെന്ന് പറയുന്നത്, ദ വെരി എലക്റ്റ് എന്ന് പറയുന്നതാണ് ഈ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ അവർ ആ വിളി സ്വീകരിക്കുകയാണ്. അവരോട് പറഞ്ഞിരിക്കുന്ന ക്ഷണത്തെ അവർ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മൾ സ്വീകരിക്കാത്തതിന് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മുടെ തന്നെ കുറ്റമാണ്. ദൈവത്തിന് കുഴപ്പമല്ലത്. ദൈവം എല്ലാവർക്കും ക്ഷണം ഏൽപ്പിക്കുകയാണ്, വന്ന് പങ്കെടുക്കാൻ പറയുകയാണ്, ആ കല്യാണ വിരുന്നിൽ ചേരാൻ പറയുകയാണ്. നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുറത്തായി പോകും. ക്ഷണം എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ടുണ്ട്. ബുദ്ധിമാന്മാർ അത് തിരഞ്ഞെടുക്കും. കാരണം ദൈവം നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പാസ്റ്റർ ബിനോയ്, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മോട് ഇന്ന് പ്രത്യേകിച്ച് വെളിപ്പെടുന്നത്? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എത്ര ഇമോഷണൽ, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്ഷണമാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ എത്രമാത്രം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ റിപ്പയർ ദ റിപ്പീറ്റഡ് റിബീലിയൻ, അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ആവർത്തിച്ച് ദൈവസ്നേഹത്തിനെ എതിർത്തു പോകുന്ന മനോഭാവത്തെ റിപ്പയർ ചെയ്ത് നമ്മളെ ദൈവത്തോട് ചേർക്കുക, അവൻ്റെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിനുള്ളിൽ നിർത്തുക എന്നുള്ളതാണ്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനെ കൊടുത്തിട്ട് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിലാക്കാൻ, സ്നേഹത്തിൻ്റെ നന്മയും സന്തോഷവും സമാധാനവും. ഇന്ന് ലോകത്ത് മനുഷ്യർക്ക് ആർക്കും സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഇൻറ്റേർണലി അത് അനുഭവിക്കാൻ കഴിയാത്തവർ പക്ഷേ ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും സ്നേഹവും മനസ്സിലാക്കിയാൽ ലോകത്തിനൊരു പക്ഷേ സമാധാനം കാണാൻ കഴിയില്ല. നമുക്ക് ആ സമാധാനവും സന്തോഷവും ദൈവസ്നേഹവും തിരിച്ചറിയാൻ പറ്റും. ഒരു അമ്മക്കോഴിയുടെ ചിറകിനടിയിൽ ഒതുങ്ങിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ശരിക്കും മനുഷ്യർക്ക് മനസ്സിലാകുന്നതായ ഭാഷയിലാണ് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം മർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവം മനുഷ്യരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതായ ചില മർമ്മങ്ങളുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത്തരത്തിലുള്ളതായ ചില പരാമർശങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അത്തരത്തിലൊരു പരാമർശമുണ്ട്. ഈ മർമ്മം നമ്മുടെ ദൈവസ്നേഹത്തെ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ആദ്യം. റോമർ 16:25 പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള ഒരു സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം എന്നാണ് ആ വാക്യം പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ആ മർമ്മം എന്ന് പറയുന്നത്? പാപം ചെയ്ത മനുഷ്യന് അവന് എന്തിനാണ് യോഗ്യൻ? മരണത്തിനാണ് യോഗ്യൻ. ആ മരണത്തിന് അവൻ യോഗ്യനാണെങ്കിലും അവനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അവനെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിൻ പദ്ധതിയാണ് ഈ മർമ്മം. അത് കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷയാണ്. ആ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപം നീങ്ങിപ്പോകും, ഞാൻ പാപി അല്ലാതായി തീരും. ഇതാണ് എന്ത് ചെയ്തത്? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ ക്രിസ്തുവേശു വന്നപ്പോൾ ആ ക്രിസ്തുവേശിലൂടെ വെളിപ്പെട്ടതും. ആ വെളിപ്പെട്ടത് ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ അതനുസരിച്ചാൽ നമുക്ക് പിന്നത് മർമ്മമല്ല. തീർച്ചയായിട്ടും അതുവരെയാണ് നമുക്ക് മരണത്തിൽ നമുക്ക് ഭയപ്പാട്. അപ്പോൾ നമുക്ക് ഭയപ്പാടായിരുന്നപ്പോൾ ഈ രക്ഷയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണത് അന്നത് മറഞ്ഞിരുന്നത്, മർമ്മമായിരുന്നു. ഇപ്പോൾ പക്ഷെ അത് വെളിപ്പെട്ടിരിക്കുകയാണ്, എല്ലാവർക്കും വെളിപ്പെട്ടിരിക്കുകയാണ്. അത് എല്ലാവരെയും അറിയിക്കുകയും എല്ലാവരും അതിലേക്ക് വരികയും ചെയ്താൽ സ്വർഗം സന്തോഷിക്കും, എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാം. അത് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അതൊരു മർമ്മമല്ല, അത് പ്രാക്ടിക്കലി നമുക്ക് അത് പ്രാവർത്തിക തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു വസ്തുതയാണ്. യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവാണ് ആ സ്നേഹം ലോകത്തിന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ പാഠം പഠിച്ചതായ ദൈവമക്കളെ അത്തരത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാസ്റ്റർ ഡോണിയുമായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും നീതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാനും പാഠങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ പാഠത്തിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നും കാണുവോളം അങ്ങയുടെ ചിറകടിയിൽ കാത്തു പരിപാലിക്കണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. പാസ്റ്റർ, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ ബിനോയ്. ഗോഡ് ബ്ലസ് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അനേക കാലങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലുള്ളതായ ദശലക്ഷ ആളുകൾക്ക് മറഞ്ഞ് ഇരുന്നതായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിച്ചതായ എല്ലാവർക്കും അത് ഈ കാലത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ആയതുകൊണ്ട് ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തിക്ക് ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവസ്നേഹം ആസ്വദിക്കുവാൻ ഈ കാലങ്ങളിൽ സാധ്യമാണ്. നാം എല്ലാവരും ആ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം പാഠം പഠിച്ചതായ നിങ്ങളെല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളോടൊപ്പം വരും പാഠങ്ങളും പഠിക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.